പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെയും നഴ്സിനെയും അസഭ്യം പറയുകയും ഉപകരണങ്ങൾ തല്ലിത്തകർത്ത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത കേസിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 2 പേരെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ആളൂർ സ്വദേശികളായ അരീക്കാട്ട് വീട്ടിൽ 32 വയസ്സുള്ള ഡെൽവിൻ, വൈമേലി വീട്ടിൽ 22 വയസ്സുള്ള സുജിത് എന്നിവരെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. റോഡ് അപകടത്തിൽ കാലിൽ നിസ്സാര പരിക്കേറ്റ് ചികിത്സ തേടിയെത്തിയതായിരുന്നു പ്രതികൾ. ഈ സമയത്ത് ചെറിയ കുട്ടിക്ക് ഇഞ്ചക്ഷൻ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്ന നഴ്സ് തങ്ങളെ ആദ്യം ചികിത്സിച്ചില്ലെന്ന് ആരോപിച്ച് നഴ്സിനോട് തട്ടിക്കയറുകയും അസഭ്യവർഷം നടത്തുകയുമായിരുന്നു. ബഹളം കേട്ടെത്തിയ ഡ്യൂട്ടി ഡോക്ടർ ഡ്രസ്സിംഗ് റൂമിലേക്ക് വരാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇവർ ഡോക്ടർക്ക് നേരെ തിരിഞ്ഞ് അസഭ്യം പറയുകയായിരുന്നു. തുടർന്ന് അക്രമാസക്തരായ പ്രതികൾ നഴ്സിംഗ് റൂമിലെ കസേരകൾ മറിച്ചിട്ട് മേശപ്പുറത്തിരുന്ന മരുന്നുകളും ആശുപത്രി ഉപകരണങ്ങളും നശിപ്പിക്കുകയായിരുന്നു. ഡോക്ടറുടെയും നഴ്സിൻ്റെയും ചിത്രങ്ങളും വീഡിയോകളും അവരുടെ അനുവാദമില്ലാതെ ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു. ആശുപത്രി അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ആളൂർ പോലീസ് സംഘമാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. പ്രതികൾക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾക്ക് പുറമെ കേരള ഹെൽത്ത് കെയർ സർവീസ് പേഴ്സൺസ് ആൻഡ് ഹെൽത്ത് കെയർ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ടിലെ ജാമ്യമില്ലാ വകുപ്പുകൾ കൂട്ടിച്ചേർത്താണ് കേസെടുത്തിട്ടുള്ളത്. ആളൂർ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ KV ഹരിക്കുട്ടന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഇരിങ്ങാലക്കുട നഗരസഭ ബസ് സ്റ്റാൻഡ് പരിസരത്തെ സ്ലാബ് തകർന്നത് അപകട ഭീഷണി ഉയർത്തുന്നു. നഗരസഭ ബസ് സ്റ്റാൻഡിന് സമീപം പോസ്റ്റ് ഓഫീസിന് മുൻവശത്തുള്ള സ്ലാബാണ് തകർന്നത്. ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കുമാണ് സ്ലാബ് തകർന്നത് കൂടുതൽ അപകട ഭീഷണി ഉയർത്തുന്നത്. ഈ പ്രദേശത്തെ സ്ലാബ് തകരുന്നത് തുടർക്കഥയായി മാറുകയാണ്. മാസങ്ങൾക്ക് മുൻപാണ് ഇവിടെ തകർന്ന സ്ലാബ് മാറ്റി സ്ഥാപിച്ചിരുന്നത്. സ്ലാബ് തകർന്ന സംഭവത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സ്ഥലം സന്ദർശിച്ച LDF പാർലമെന്ററി പാർട്ടി ലീഡർ PV ശിവകുമാർ ആവശ്യപ്പെട്ടു. സ്ലാബ് രണ്ടായിട്ട് ഒടിഞ്ഞിരിക്കുക. അപ്പോൾ അടിയന്തരമായിട്ട് ആ സ്ലാബ് മാറ്റുന്ന ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടൊന്ന് നമ്മളെ കാണിച്ചു തരാൻ വേണ്ടി വിളിച്ചതാണ്. കാരണം ഒരു ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞാൽ 6 മാസമായി ഒടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് എത്ര മാസമെന്ന് അറിയില്ല. അപ്പോൾ സെക്രട്ടറി വിളിച്ച് പറഞ്ഞപ്പോൾ സെക്രട്ടറി പറഞ്ഞ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ തയ്യാറായിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉച്ചൻ്റെ വേഗത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അടിയന്തരമായിട്ട് ആ സ്ലാബ് മാറ്റണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്. കാരണം അതിന് വീണ് ഒരു അപകടം ഉണ്ടായിട്ട് മാറ്റണം. ഇപ്പോൾ നാളെ പുറത്ത് ഞായറാഴ്ച അവധി ദിവസമാണ്. അപ്പോൾ നാളെ മാറ്റാം. ഞങ്ങളിത് കണ്ട് ശ്രദ്ധയിൽപ്പെടുത്തി നാളെ മാറ്റാം. അപ്പോൾ അടിയന്തരമായിട്ട് ഇന്ന് തന്നെ മാറ്റാൻ നടപടി സ്വീകരിക്കുമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. സർവീസിൽ നിന്നും വിരമിച്ച അംഗൻവാടി ടീച്ചർമാരായ പ്രേമ പറപ്പൂക്കര, ജമീല കാട്ടൂർ എന്നിവർക്ക് INTUC ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. രാജീവ് ഗാന്ധി മന്ദിരത്തിൽ സംഘടിപ്പിച്ച യാത്രയയപ്പ് സമ്മേളനം മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. INTUC നിയോജക മണ്ഡലം പ്രസിഡന്റ് PB സത്യൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്ത ധർമ്മരാജൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രവീൺസ് ഞാറ്റുവെട്ടി, അംഗൻവാടി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി ഗംഗാദേവി, INTUC മണ്ഡലം പ്രസിഡന്റ് ഭരതൻ പൊന്തിങ്കണ്ടത്ത്, മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ നിമ്യ ഷിജു, മുനിസിപ്പൽ കൗൺസിലർ ബിന്ദു വിനയൻ, വാഹിദ ഇസ്മായിൽ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്തിൻ്റെ ഭരണവും നഗരസഭയുടെ ഭരണം ആളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആളുകളുടെ വകുപ്പ് ആ ഭരണങ്ങൾ ചെയ്യുമ്പോൾ ആ ഭരണത്തിൻ്റെ ചൂട് പിടിച്ച് നമുക്ക് നന്നായി ഇതിലേക്ക് ആളുകളെ രോഗങ്ങളിൽ വരാവുന്നൊരു സ്ഥിതി ഉണ്ടാകും. നമ്മുടെ വായുത കൊണ്ട് കാട്ടിലെല്ലാവരും കോൺഗ്രസ് നോക്കിയെടുക്കുന്നുണ്ട്. വന്നത് ജമീല മാത്രമാണ്. മറ്റുള്ളവർക്ക് അടുത്ത വോട്ടിനെ കുറിച്ച് ചിന്തിക്കുക. അംഗൻവാടി പ്രവർത്തനത്തെ കുറിച്ച് ആഗ്രഹ ചിന്തയില്ല. നമുക്കതൊന്ന് മാറ്റിയെടുത്ത് കുറേ കൂടി നമ്മുടെ സംഘടനയുടെ ശക്തി
വർദ്ധിപ്പിക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾക്ക് നിങ്ങളെല്ലാവരും കൂടി ശ്രമിച്ചാൽ നമുക്ക് പറ്റും. നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വിജയിക്കാൻ സാധിച്ചതിൻ്റെ പ്രധാന കാരണം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ച കാരണങ്ങളാണ്. സാധാരണ ഞങ്ങൾ ഈ ക്രിസ്ത്യാനികളെ പറഞ്ഞാൽ യേശുക്രിസ്തു ആദ്യ വിശ്വാസങ്ങളും രണ്ടാമത് വിശ്വാസങ്ങളും മൂന്നാമത് വീഴുകയും ജനിക്കില്ല. ഇവിടെ 2 പ്രാവശ്യം കേട്ട് മൂന്നാമത് ജനിക്കുകയും ചെയ്തു. ഞാൻ 2 പ്രാവശ്യം തോന്നിട്ട് മൂന്നാമത് ജയിക്കുകയും ചെയ്തു. യേശുക്രിസ്തു അടക്കം മൂന്നാമത് വീഴുകയും ചെയ്തത്. അപ്പോൾ നമ്മൾ അത്ര നന്നായി നമ്മുടെ നിയോജകമണ്ഡലത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി എല്ലാ ബൂത്തുകളിലും പ്രവർത്തിച്ച കാരണം കൊണ്ടാണ് നമുക്ക് ഒരു തെരഞ്ഞെടുപ്പ് ചെയ്യാൻ പറ്റിയത്. ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച വായനാ മാസാചരണ പരിപാടികൾ എഴുത്തുകാരിയും അധ്യാപികയുമായ സ്മിത മേനോൻ കിഴുവീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഭക്തവത്സലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മേരി ഫ്രാൻസിസ്, VG ജിൻസ്, SS ബീന, KP നരേന്ദ്രനാഥ്, TB അമീന, അഭിഷേക്, റോഷൻ എന്നിവർ പങ്കെടുത്തു. ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇവിടെ 3 സെഷനായിരുന്നു. വെദർ ഇറ്റ് ഇസ് HSS, HS or VHS, എനിക്ക് I believe, I 10% will I have the true basis and true authority to talk to you as a person who is government made. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ സ്റ്റുഡൻ്റായി പഠിച്ചു വന്നതെല്ലാം ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.